അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. ഈ ആണുങ്ങൾക്ക് മാത്രം എന്താ ഇത്ര അധികം നെറ്റ് കെയറിലും ഹെയർ ലോസ് ഒക്കെ ഉണ്ടാവണേ? ആണുങ്ങളുടെ ഹെയർ ലോസിന്റെ മേജർ റീസൺസ് തന്നെ ഡിഫറെന്റ് ആണ്. സ്കാൽപ്പിലുള്ള 5 ആൽഫ റിഡക്ടേസ് എന്ന എൻസൈം നിങ്ങളുടെ ഹോർമോണുമായി ചേർന്ന് ഹെയർ ഫോളിക്കിൾസിനെ ചുരുക്കുന്നു. അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ മെൻ യൂസ് ചെയ്യൂ. പുരുഷന്മാർക്ക് വേണ്ടി ബയോടെക്നോളജി പ്രകാരം പ്രത്യേകം ഡെവലപ്പ് ചെയ്തത്. നമസ്കാരം, ഞാൻ ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഫെബ്രുവരി 11 ചൊവ്വാഴ്ച. ഗാസ അമേരിക്ക ഏറ്റെടുത്താൽ പലസ്തീൻ ജനതയ്ക്ക് അവകാശമുണ്ടാകില്ലെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അതേസമയം പലസ്തീനിലെ ജനങ്ങൾക്ക് മികച്ച പാർപ്പിട സൗകര്യം അറബ് രാജ്യങ്ങളിൽ ഒരുക്കുമെന്നും ട്രംപ് പറഞ്ഞു. ജോർദാൻ രാജാവ് അബ്ദുള്ള രണ്ടാമനുമായി ഇന്ന് വൈറ്റ് ഹൌസിൽ നടത്തുന്ന കൂടിക്കാഴ്ചയിൽ പലസ്തീനിലെ ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കണമെന്ന് ഡൊണാൾഡ് ട്രംപ് ആവശ്യപ്പെടുമെന്നും റിപ്പോർട്ടുകളുണ്ട്. അമേരിക്ക ഗാസ സ്വന്തമാക്കുമെന്നും മനോഹരമായി പുനർനിർമ്മിക്കുമെന്നും ട്രംപ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. എന്നാൽ എന്ത് അധികാരത്തിലാണ് ഇത് ചെയ്യാൻ പോകുന്നതെന്ന് ട്രംപ് വ്യക്തമാക്കിയില്ല. പുരോഗമന സംസ്കാരത്തിന് ഇടിവ് വരുത്തുന്ന പ്രവർത്തനങ്ങൾ മാധ്യമങ്ങളുടെയും ചില സാഹിത്യകാരന്മാരുടെയും ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തെറ്റായ വാർത്തകൾ നൽകി വിവാദ വ്യവസായത്തിന്റെ ഭാഗമാകുന്ന പ്രവണത വർദ്ധിക്കുകയാണെന്നും കൂട്ടത്തോടെ മാധ്യമ മേഖലയെ കോർപ്പറേറ്റ് ഏറ്റെടുക്കുകയാണെന്നും മാധ്യമരംഗത്ത് കോർപ്പറേറ്റ് ആധിപത്യം വരുമ്പോൾ ജനതാൽപര്യം ഹനിക്കപ്പെടുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറുമായി ചർച്ച നടത്തി മന്ത്രിമാർ. നിയമമന്ത്രിയും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുമാണ് ചർച്ച നടത്തിയത്. VC നിയമനത്തിലെ അനിശ്ചിതത്വം അടക്കം കൂടിക്കാഴ്ചയിൽ ചർച്ചയായി. സംസ്ഥാന മന്ത്രിസഭാ യോഗം സ്വകാര്യ സർവകലാശാല ബില്ലിന് അനുമതി നൽകി. നിയമസഭയുടെ നടപ്പു സമ്മേളനത്തിൽ ബിൽ അവതരിപ്പിക്കുമെന്നാണ് വിവരം. വിസിറ്റർ തസ്തിക ഒഴിവാക്കിക്കൊണ്ടാണ് കരട് ബില്ലിന് അനുമതി നൽകിയത്. CPIയുടെ എതിർപ്പ് മൂലമാണ് മാറ്റം. പരാതി ഉന്നയിച്ച വകുപ്പ് മന്ത്രിമാരുമായി ചർച്ച നടത്തി മന്ത്രിസഭാ യോഗം ബില്ലിന് അംഗീകാരം നൽകും. ഇടുക്കി പെരുവന്താനത്ത് ചെന്നാപ്പാറയ്ക്ക് സമീപം കൊമ്പൻപാറയിൽ യുവതിയെ ആന ചവിട്ടിക്കൊന്നു. നെല്ലിവിള പുത്തൻ വീട്ടിൽ സോഫിയ ഇസ്മയിൽ എന്ന 45-കാരിയാണ് മരിച്ചത്. കൊമ്പുകുത്തിയിൽ ബസ് ഇറങ്ങി നടന്നു പോകുന്നതിനിടെയാണ് ആന ആക്രമിച്ചത്. പെരുവന്താനത്ത് കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സോഫിയയുടെ കുടുംബത്തിന് 10 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ച് കളക്ടർ. ഇന്ന് തന്നെ ധനസഹായം നൽകുമെന്ന് കളക്ടർ വിഘ്നേശ്വരി ഉറപ്പു നൽകി. സോഫിയയുടെ മകൾക്ക് ജോലി നൽകുമെന്നും കാട്ടാനയുടെ ഭീഷണിയിൽ കഴിയുന്ന 3 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കുമെന്നും കളക്ടർ ഉറപ്പു നൽകി. ഉറപ്പുകൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പ്രതിഷേധം അവസാനിപ്പിച്ച് മൃതദേഹം സംഭവസ്ഥലത്തു നിന്ന് മാറ്റി. കരുവന്നൂർ സഹകരണ ബാങ്കിൽ നടന്നത് അഴിമതിയെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. എന്നാൽ അഴിമതി നടത്തിയവരെ സംഘടന സംരക്ഷിച്ചില്ലെന്നും നടപടി ഉണ്ടായെന്നും ഗോവിന്ദൻ പറഞ്ഞു. CPM തൃശൂർ ജില്ലാ സമ്മേളനത്തിലാണ് MV ഗോവിന്ദൻ ഇക്കാര്യം വ്യക്തമാക്കിയത്. സഹകരണ മേഖലയിലെ തെറ്റായ പ്രവണത വെച്ചുപൊറിപ്പിക്കില്ലെന്നും അഴിമതി ആര് ചെയ്താലും നടപടി ഉണ്ടാകുമെന്നും അതേസമയം ഇല്ലാത്ത അഴിമതിയുടെ പേരിലുള്ള ED ഉൾപ്പെടെയുള്ള ഏജൻസികളുടെ വേട്ടയാടലിനെ പാർട്ടി പ്രതിരോധിക്കുമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. മതിയായ ലൈസൻസുകളോ കോസ്മെറ്റിക് റൂൾസ് 2020 നിഷ്കർഷിക്കുന്ന മാനദണ്ഡങ്ങളോ പാലിക്കാതെ നിർമ്മിച്ച് വിതരണം നടത്തിയ 12 സ്ഥാപനങ്ങൾക്കെതിരെ കേസെടുത്തതായി ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് അറിയിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിലായി 101 സ്ഥാപനങ്ങളിലാണ് പരിശോധന നടത്തിയത്. ലിപ്സ്റ്റിക്, ഫേസ് ക്രീം, ബേബി പൗഡർ, ബേബി സോപ്പ്, ബേബി ഓയിൽ തുടങ്ങിയവയാണ് പ്രധാനമായും പരിശോധിച്ചത്. കൊല്ലം കോർപ്പറേഷൻ മേയർ പ്രസന്ന ഏണസ്റ്റ് രാജിവെച്ചു. മുന്നണിയിലെ ധാരണ പ്രകാരമാണ് രാജി. അവസാന ഒരു വർഷം മേയർ സ്ഥാനം CPIക്കെന്നായിരുന്നു മുന്നണിയിലെ ധാരണ. കാലാവധി കഴിഞ്ഞിട്ടും പ്രസന്ന ഏണസ്റ്റ് മേയർ സ്ഥാനം ഒഴിയാത്തതിൽ CPI പ്രതിഷേധത്തിലായിരുന്നു. പലവട്ടം ഇക്കാര്യം മുന്നണിയിൽ ഉന്നയിച്ചിട്ടും ഫലം കാണാതെ വന്നതോടെ ഡെപ്യൂട്ടി മേയർ സ്ഥാനവും 2 സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ സ്ഥാനങ്ങളും CPI രാജിവെച്ചിരുന്നു. അന്ന് തന്നെ താൻ സ്ഥാനമൊഴിയുമെന്ന് പ്രസന്ന ഏണസ്റ്റ് വ്യക്തമാക്കിയിരുന്നു. ചാരുമൂട് സ്വദേശിയായ 11 വയസ്സുകാരൻ പേവിഷബാധയേറ്റ് മരിച്ചു. ശ്രാവൺ D കൃഷ്ണയാണ് മരിച്ചത്. തിരുവല്ലയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്നലെയാണ് മരണം സംഭവിച്ചത്. ഫെബ്രുവരി 6-നാണ് പേവിഷബാധയുടെ ലക്ഷണങ്ങളോടെ കുട്ടിയെ വീട്ടുകാർ ആശുപത്രിയിൽ എത്തിച്ചത്. 2 ആഴ്ച മുമ്പ് സൈക്കിളിൽ പോകുമ്പോഴാണ് കുട്ടിയെ തെരുവ് നായ ആക്രമിച്ചത്. പനമരം പഞ്ചായത്ത് പ്രസിഡന്റ് പദവിയെക്കുറിച്ചുള്ള CPM ജില്ലാ കമ്മിറ്റി അംഗം പ്രഭാകരന്റെ വിവാദ പരാമർശത്തെ വിമർശിച്ച് മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി KM ഷാജി. ലീഗ് പനമരം പഞ്ചായത്ത് പ്രസിഡന്റ് പദം നൽകിയത് യോഗ്യയായ വനിതയ്ക്കാണെന്നും ജനറൽ സീറ്റിലാണ് ആദിവാസി വിഭാഗത്തിൽപ്പെട്ട വനിതയ്ക്ക് പ്രസിഡന്റ് സ്ഥാനം നൽകിയതെന്നും ഷാജി പറഞ്ഞു.
ആദിവാസി വിഭാഗത്തിൽപ്പെട്ട വനിത പ്രസിഡന്റ് പദവിയിൽ എത്തിയത് CPM-നെ സഹിക്കുന്നില്ലെന്നും കോളനികൾക്ക് അകത്ത് CPM-കാർ വോട്ടിനു വേണ്ടി ഒതുക്കിവെച്ച സമൂഹത്തിൽ നിന്നും ഒരാൾ ഉയർന്നു വന്നതിന്റെ അസഹിഷ്ണുതയാണ് CPM-നെന്നും ഷാജി കൂട്ടിച്ചേർത്തു. ആന എഴുന്നള്ളത്ത് നിയന്ത്രിക്കാനുള്ള ഹൈക്കോടതി ഉത്തരവിനെതിരെ പൂരപ്രേമി സംഘം സുപ്രീം കോടതിയിൽ. ഉത്തരവിനെതിരെ തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾ നൽകിയ ഹർജിയിൽ കക്ഷി ചേരാൻ പൂരപ്രേമി സംഘം അപേക്ഷ നൽകി. ക്ഷേത്രോത്സവങ്ങൾക്ക് വിദേശ ധനസഹായം ലഭിക്കുന്നുവെന്ന ആരോപണം അന്വേഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് പൂരപ്രേമി സംഘം ഉന്നയിക്കുന്നത്. എഴുന്നള്ളത്തിന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയ ഹൈക്കോടതി ഉത്തരവ് സുപ്രീം കോടതി സ്റ്റേ ചെയ്തിരിക്കുകയാണ്. ഭൂമി ഏറ്റെടുത്ത് നൽകുന്നതിലെ കാലതാമസമാണ് സംസ്ഥാനത്തെ റെയിൽവേ വികസനത്തിന് തടസ്സമെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. രാജ്യസഭയിൽ ജെബി മേത്തർ MP-യുടെ ചോദ്യത്തിനാണ് കേന്ദ്രമന്ത്രിയുടെ മറുപടി. കൊല്ലങ്കോട് തൃശൂർ പാതയ്ക്കായി പഠനം നടത്തിയെങ്കിലും ഗതാഗതം കുറവായിരിക്കുമെന്നാണ് കണ്ടെത്തിയിട്ടുള്ളതെന്നും മന്ത്രി പറഞ്ഞു. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം സ്കൂൾ വിദ്യാഭ്യാസ നിലവാരത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയതായി സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. അക്കാദമിക് മികവും ഗുണനിലവാരവും ഉറപ്പാക്കാൻ നടപ്പിലാക്കിയ മറ്റ് പദ്ധതികൾക്ക് പുറമെ അക്കാദമിക് മികവിനും സമഗ്ര ഗുണനിലവാര പദ്ധതികൾക്കുമായി മാത്രമായി 37,80,00,000 രൂപ നീക്കിവെച്ചിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സിനിമാ സംവിധായകൻ സനൽകുമാർ ശശിധരനെതിരെ കോടതിയിൽ രഹസ്യമൊഴി നൽകി പരാതിക്കാരിയായ നടി. സാമൂഹിക മാധ്യമത്തിലൂടെ തന്നെ അപമാനിച്ചെന്നും സ്ത്രീത്വത്തെ ആക്ഷേപിച്ചെന്നും കാണിച്ച് നടി നേരത്തെ പരാതി നൽകിയിരുന്നു. ആലുവ ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് നടിയുടെ മൊഴി രേഖപ്പെടുത്തിയത്. ആലപ്പുഴ പുന്നപ്ര വാടക്കലിൽ അയൽവാസിയെ ഷോക്കേൽപ്പിച്ച് കൊലപ്പെടുത്തി. പുന്നപ്ര വടക്ക് ഗ്രാമപഞ്ചായത്ത് 15ാം വാർഡിൽ കണ്ണങ്കാട്ടുവെളിയിൽ ദിനേശനാണ് മരിച്ചത്. സംഭവവുമായി ബന്ധപ്പെട്ട് കൈതവളപ്പിൽ കുഞ്ഞുമോൻ, ഭാര്യ അശ്വമ്മ, മകൻ കിരൺ എന്നിവരെ പുന്നപ്ര പോലീസ് അറസ്റ്റ് ചെയ്തു. അയൽവാസിയായ കുഞ്ഞുമോനും മകൻ കിരണും ചേർന്ന് അവരുടെ വീടിന് പുറകുവശത്ത് ദിനേശൻ വരുന്ന വഴിയിൽ ഇലക്ട്രിക്കൽ ഷോക്കേൽപ്പിക്കുന്നതിനുള്ള കെണിയൊരുക്കിയെന്നും വെള്ളിയാഴ്ച രാത്രി കുഞ്ഞുമോന്റെ വീട്ടിലേക്ക് വന്ന ദിനേശൻ ഷോക്കേറ്റ് വീണ് കൊല്ലപ്പെടുകയായിരുന്നെന്നും ദിനേശന്റെ മൃതദേഹം കുഞ്ഞുമോനും മകൻ കിരണും ചേർന്ന് പാടശേഖരത്തിൽ കൊണ്ടുപോയി ഇടുകയായിരുന്നെന്നും പോലീസ് കണ്ടെത്തി. അശ്വമ്മയ്ക്ക് ദിനേശനുമായുള്ള സൗഹൃദമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്നാണ് പോലീസ് നിഗമനം. പൊതുവഴി തടഞ്ഞ് സമ്മേളനം നടത്തിയതിൽ ഹൈക്കോടതിയിൽ മാപ്പപേക്ഷിച്ച് രാഷ്ട്രീയ നേതാക്കൾ. ഇനി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കില്ലെന്ന് നേതാക്കൾ നിരുപാധികം മാപ്പപേക്ഷിച്ചു. സ്റ്റേജ് കെട്ടാനുള്ള സ്ഥലമല്ല റോഡ് എന്ന് വ്യക്തമാക്കിയ കോടതി പോലീസ് സത്യവാങ്മൂലങ്ങളിലുള്ള അതൃപ്തിയും പ്രകടമാക്കി. ജനങ്ങളിൽ നിന്ന് പിരിച്ച പണം പ്രോജക്ടിനു വേണ്ടി തന്നെയാണ് വിനിയോഗിച്ചതെന്ന് പാതിവില തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായ പ്രതി അനന്തുകൃഷ്ണൻ. NGO കോൺഫെഡറേഷൻ ഇംപ്ലിമെന്റിംഗ് ഏജൻസികൾ ഫണ്ട് സമാഹരണം നടത്തുകയാണെന്നും അതിലൂടെ അപേക്ഷകർക്ക് അവരുടെ കാര്യങ്ങൾ തീർക്കുന്നതിനുള്ള സാഹചര്യമുണ്ടെന്നും അനന്തുകൃഷ്ണൻ പറഞ്ഞു. കേസുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങൾ പറയുന്ന പല പേരുകളും ശരിയല്ലെന്നും അനന്തുകൃഷ്ണൻ പ്രതികരിച്ചു. മൂവാറ്റുപുഴ MLA മാത്യു കുഴൽനാടൻ തന്റെ കയ്യിൽ നിന്നും 1 രൂപ പോലും വാങ്ങിയിട്ടില്ലെന്നും അനന്തുകൃഷ്ണൻ പ്രതികരിച്ചു. ഇന്നലെ കോടതിയിൽ ഹാജരാക്കാൻ എത്തിച്ചപ്പോഴായിരുന്നു അനന്തുവിന്റെ പ്രതികരണം. പാതിവില തട്ടിപ്പ് കേസിൽ സംസ്ഥാനമാകെ അന്വേഷണത്തിന് പ്രത്യേക സംഘങ്ങളെ രൂപീകരിച്ചു. ഓരോ ജില്ലയിലും ക്രൈംബ്രാഞ്ച് DYSPമാരുടെ നേതൃത്വത്തിലാണ് സംഘങ്ങൾ. ആവശ്യമെങ്കിൽ ലോക്കൽ പോലീസിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരെയും അന്വേഷണത്തിൽ ഉൾപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ഓരോ ജില്ല കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിന്റെയും മേൽനോട്ട ചുമതല എറണാകുളം ക്രൈംബ്രാഞ്ച് SP സോജനാണ്. ഏറ്റവും കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്ത എറണാകുളം, ഇടുക്കി ജില്ലകളിലെ കേസുകൾ ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ അന്വേഷിക്കും. പാതിവില തട്ടിപ്പ് കേസ് പ്രതി അനന്തകൃഷ്ണനുമായി ബന്ധമില്ലെന്ന BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രമീള ദേവിയുടെ വാദം തെറ്റെന്ന് രേഖകൾ. അനന്തവും പ്രമീള ദേവിയും ബിസിനസ് പങ്കാളികളാണെന്ന് തെളിയിക്കുന്ന രേഖകളാണ് പുറത്തുവന്നിട്ടുള്ളത്. പ്രമീള ദേവിയും അനന്തകൃഷ്ണനും ചേർന്ന് കമ്പനി രൂപീകരിച്ചതായും പ്രമീള ദേവി ഡയറക്ടർ സ്ഥാനം ഒഴിഞ്ഞതിനു ശേഷം മകൾ ലക്ഷ്മി ഡയറക്ടറായെന്നും രേഖകളിൽ പറയുന്നു. മുനമ്പം വഖഫ് കേസിൽ വഖഫ് സംരക്ഷണ വേദിക്ക് തിരിച്ചടി. കേസിൽ കക്ഷി ചേരാനുള്ള വഖഫ് സംരക്ഷണ വേദിയുടെ ഹർജി വഖഫ് ട്രൈബ്യൂണൽ തള്ളി.
കേസിൽ കക്ഷി ചേരണമെന്ന് ആവശ്യപ്പെട്ടുള്ള മുനമ്പം നിവാസികളുടെ ഹർജി നാളെ ട്രൈബ്യൂണൽ പരിഗണിക്കും. സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെച്ച സിൽവർ ലൈൻ പദ്ധതിയുടെ അലൈൻമെന്റ് മാറ്റാനാകില്ലെന്ന് കേരയിൽ. അതിവേഗ തീവണ്ടികൾക്ക് പ്രത്യേക ലൈൻ തന്നെ വേണമെന്നും ഇതിനായി സ്റ്റാൻഡേർഡ് ഗേജ് തന്നെ വേണമെന്നും കത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം റെയിൽവേയുടെ ബദൽ നിർദ്ദേശം തള്ളി ഇ ശ്രീധരനും രംഗത്ത് വന്നു. ബ്രോഡ്ഗേജ് പാത നിർദ്ദേശം അപ്രായോഗികമാണെന്നാണ് ഇ ശ്രീധരന്റെ നിലപാട്. വടകരയിൽ 9 വയസ്സുകാരി ദൃഷാനയെ കോമയിലാക്കിയ വാഹനാപകടത്തിലെ പ്രതി ഷെജിലിനെ കേരള പോലീസ് കസ്റ്റഡിയിലെടുത്തു. വടകര പോലീസ് കോയമ്പത്തൂർ വിമാനത്താവളത്തിലെത്തിയാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത്. പ്രതിയെ ഇന്നലെ രാവിലെ കോയമ്പത്തൂർ വിമാനത്താവളത്തിൽ നിന്നാണ് പിടികൂടിയത്. പേടികൊണ്ടാണ് ഇത്രയും നാൾ പോലീസിന് മുന്നിൽ കീഴടങ്ങാതിരുന്നത് എന്ന് പ്രതി ഷെജിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. മോൾക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് വാങ്ങണ്ടേ? ഷോപ്പിൽ കൊണ്ടുപോയി ഇഷ്ടമുള്ള വാങ്ങിക്കൊടുക്കാം. അപ്പൊ ഏട്ടൻ വരുന്നുണ്ടോ? ഗിഫ്റ്റ് കാർഡ് വരും. അതെ, ഓരോ ചിട്ടിയിലും ഒരാൾക്ക് 5000 രൂപയുടെ ഗിഫ്റ്റ് കാർഡ് സമ്മാനം. മെഗാ സമ്മാനമാണെങ്കിലോ പുതുപുത്തൻ ബെൻസ് കാർ. രണ്ടാം സമ്മാനം ഇന്നോവ ക്രിസ്റ്റ, അതും 17 ഇത്തവണ സമ്മാനങ്ങളുടെ നക്ഷത്ര തിളക്കവുമായി KSFE ഗാലക്സി ചിട്ടികൾ. പ്രതിരോധ നിർമ്മാണ രംഗത്ത് പൊതുമേഖലാ കമ്പനികൾക്കൊപ്പം സ്വകാര്യ മേഖലയ്ക്കും തുല്യമായ പ്രാതിനിധ്യം നൽകാനാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ വ്യോമാഭ്യാസമായ എയ്റോ ഇന്ത്യയുടെ 15ാമത് എഡിഷന് ബാംഗ്ലൂരുവിൽ തുടക്കം കുറിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അടുത്ത സാമ്പത്തിക വർഷം ഇന്ത്യ ലക്ഷ്യമിടുന്നത് 30,000 കോടി രൂപയുടെ പ്രതിരോധ കയറ്റുമതിയാണെന്നും 1.6 ലക്ഷം കോടി രൂപയുടെ പ്രതിരോധ ഉൽപ്പന്ന ഉൽപാദനം ലക്ഷ്യമിടുന്നെന്നും രാജ്നാഥ് സിംഗ് പ്രഖ്യാപിച്ചു. ജനങ്ങൾക്ക് വീടോ ശുദ്ധജലമോ നൽകാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ സൈക്കിൾ പാതയെപ്പറ്റി പകൽക്കിനാവ് കാണുകയാണോ എന്ന് സുപ്രീം കോടതി. രാജ്യത്ത് പ്രത്യേക സൈക്കിൾ പാതകൾ നിർമ്മിക്കണം എന്ന പൊതുതാൽപര്യ ഹർജി പരിഗണിക്കുന്നതിനിടെയാണ് കോടതിയുടെ വിമർശനം. ജസ്റ്റിസ് അഭയ് എസ് ഓഖ, ഉജ്ജൽ ബുയാൻ എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നതിനിടെ രൂക്ഷ വിമർശനം ഉന്നയിച്ചത്. രാഷ്ട്രപതി ദ്രൗപദി മുർമു മഹാകുംഭമേളയിൽ പങ്കെടുത്ത് ത്രിവേണി സംഗമത്തിൽ സ്നാനം ചെയ്തു. വിശ്വാസത്തിന്റെയും ഭക്തിയുടെയും ഈ മഹത്തായ സമ്മേളനം ഇന്ത്യയുടെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തിന്റെ സന്ദേശം പ്രചരിപ്പിക്കുന്നുവെന്നും മനുഷ്യരാശിക്ക് ഐക്യത്തിന്റെയും ആത്മീയതയുടെയും സന്ദേശം പകരുന്നുവെന്നും പറഞ്ഞ രാഷ്ട്രപതി രാജ്യത്തിന്റെ ഐശ്വര്യത്തിനും സന്തോഷത്തിനും സമാധാനത്തിനും വേണ്ടി പ്രാർത്ഥിച്ചെന്നും കൂട്ടിച്ചേർത്തു. മഹാകുംഭമേളയ്ക്കെത്തുന്നവരെയും UP നിവാസികളെയും ദുരിതത്തിലാക്കി വഴികളിലെല്ലാം വൻ ഗതാഗത കുരുക്ക്. പ്രയാഗ്രാജിൽ നിന്നും 300 കിലോമീറ്റർ അകലെ വരെ ഗതാഗതം തടസ്സപ്പെട്ടതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. 40 മണിക്കൂർ വരെ ഗതാഗത കുരുക്കിൽ കുരുങ്ങിയവരുണ്ട്. തിരക്ക് നിയന്ത്രണാതീതമായതിന് പിന്നാലെ പ്രയാഗ്രാജ് സംഘം റെയിൽവേ സ്റ്റേഷൻ അടച്ചു. ബീരൻ സിംഗിന്റെ രാജിക്ക് പിന്നാലെ മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണത്തിനുള്ള സാധ്യതയേറുന്നു. പുതിയ മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കുന്നതിൽ BJP MLA-മാർക്കിടയിൽ സമവായം എത്താനായില്ലെങ്കിൽ പാർലമെന്റ് സമ്മേളനത്തിന് ശേഷം രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിക്കും. ബീരൻ സിംഗിന്റെ രാജി കൊണ്ട് പ്രശ്നങ്ങൾ അവസാനിച്ചിട്ടില്ലെന്നും പ്രത്യേക ഭരണ സംവിധാനം എന്ന ആവശ്യത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്നും കുക്കി സംഘടന പ്രതികരിച്ചു. എഞ്ചിനീയർ റാഷിദ് എന്നറിയപ്പെടുന്ന അബ്ദുൾ റാഷിദ് ഷെയ്ഖിന് കസ്റ്റഡി ജാമ്യം അനുവദിച്ച് ദില്ലി ഹൈക്കോടതി. അവാമി ഇത്തേഹാദ് പാർട്ടി സ്ഥാപകനും ജമ്മുകാശ്മീരിലെ ബരാമുള്ള മണ്ഡലത്തിലെ MP-യുമാണ് എഞ്ചിനീയർ റാഷിദ്. തീവ്രവാദ ഫണ്ടിംഗ് കേസിൽ 2019 അറസ്റ്റിലായ റാഷിദ് നിലവിൽ തീഹാർ ജയിലിൽ വിചാരണ തടവുകാരനാണ്. പാർലമെന്റ് സമ്മേളനത്തിൽ പങ്കെടുക്കാൻ 2 ദിവസത്തെ കസ്റ്റഡി ജാമ്യമാണ് കോടതി അനുവദിച്ചത്. ബന്ദികളെ ഉടൻ കൈമാറില്ലെന്ന് ഹമാസ്. ശനിയാഴ്ച മോചിപ്പിക്കാനിരുന്നവരെ വിട്ടയക്കില്ലെന്ന് ഹമാസ് അറിയിച്ചു. വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായുള്ള 2ാം ഘട്ട ചർച്ചകൾ പുരോഗമിക്കവെയാണ് പശ്ചിമേഷ്യയെ കൂടുതൽ ആശങ്കയിലാക്കിക്കൊണ്ടുള്ള ഹമാസിന്റെ നീക്കം. ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ മോചനമുണ്ടാകില്ലെന്നാണ് ഹമാസിന്റെ നിലപാട്. വെടിനിർത്തൽ കരാറിലെ വ്യവസ്ഥകൾ ഇസ്രായേൽ ലംഘിച്ചെന്ന് ആരോപിച്ചാണ് ഹമാസിന്റെ നീക്കം. ഗാസ മുനമ്പിലേക്ക് തിരികെ എത്തിയവരെ ഇസ്രായേൽ തടഞ്ഞെന്നാണ് ഹമാസ് പറയുന്നത്. ഇതോടുകൂടി ഡെയിലി ന്യൂസിൽ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസ് ലൈവ്.in വാർത്തകൾ വിരൽ തുമ്പിൽ.